നിങ്ങളുടെ വീട്ടിൽ ആപ്പിൾ വാങ്ങുന്ന ഈ ഒരു ഹാഫ് അവക്കാഡോന്റെ റിയൽ കളർ നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴം നാളത്തേക്ക് പഴക്കില്ല എന്നുള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് അഥവാ പൊട്ടറ്റോ നമ്മൾ ഈ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ നിന്ന് ഈ മുള അല്ലെങ്കിൽ സ്പ്രൗട്ട് ചെയ്ത് വരാൻ തുടങ്ങില്ലേ. നിങ്ങളുടെ വീട്ടിൽ ആപ്പിൾ വാങ്ങുന്ന ആളാണെങ്കിൽ ഈ ഉരുളക്കിഴങ്ങിനോടൊപ്പം ഈ ആപ്പിൾ വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിളിൽ നിന്നുള്ള എത്തിലിൻ ഗ്യാസ് ഈ ഉരുളക്കിഴങ്ങിലേക്ക് അടിച്ചിട്ട് അതിൻ്റെ സ്പ്രൗട്ടിംഗ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റമാണ് അവക്കാഡോസ് അല്ലേ. എല്ലാ റെസിപ്പീസിലും നമ്മൾ അവക്കാഡോസ് ഇപ്പോൾ ഈ ഇടയായിട്ട് കാണാറുണ്ട്. നമുക്കപ്പോൾ ഹാഫ് അവക്കാഡോ ഹാഫ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കൂലേ. ഈ ഒരു ഹാഫ് അവക്കാഡോൻ്റെ റിയൽ കളർ നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു കഷ്ണം സവാള അതിൻ്റെ അടുത്ത് വെച്ച് കൊടുത്താൽ മതി. കാരണം ഈ സവാളയിൽ സൾഫറിൻ്റെ കോമ്പൗണ്ട്സ് ഉണ്ട്. ഈ സൾഫർ കോമ്പൗണ്ട്സ് റിലീസ് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ പ്രോസസ്സ് അഥവാ ഈ കളർ ചേഞ്ച് ചെയ്യണ ആ ഒരു പ്രോസസ്സിനെ അത് സ്ലോ ഡൗൺ ചെയ്യും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ ഫ്രഷ് ഹെർബ്സ് നമ്മൾ ഫുഡിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ബഞ്ച് ഹെർബ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഈ ഹെർബ്സ് നമുക്ക് സൂക്ഷിച്ച് വെക്കാനുണ്ട്. അതിന് ഫ്രഷ്നെസ് നിലനിർത്താൻ കുറച്ച് പാടുള്ള കാര്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ. ഐസ് ക്യൂബ് ട്രേ എടുക്കുക, അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലും ഈ ഒരു ഫ്രഷ് ഹെർബും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് ഫ്രീസറിൽ കയറ്റി വെക്കുക. നമുക്ക് എപ്പോഴാണോ വേണ്ടത് അപ്പോൾ ഉപയോഗിച്ച് നോക്കൂ. ആ ഫ്രഷ് ഹെർബ്സിൻ്റെ ഫ്ലേവറും ഫ്രഷ്നെസ്സും മാറാതെ തന്നെ നമുക്ക് ഫുഡിൽ ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കോമൺ ആയിട്ടൊരു കാണുന്ന ഒരു കാര്യമാണ് എഗ്ഗ് അല്ലേ. ഈ ഒരു മുട്ടയുടെ ഫ്രഷ്നെസ് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം? ഒന്നുമില്ല, ഒരു ബൗള് നിറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. അത് മുങ്ങിപ്പോവുകയാണെങ്കിൽ അത് ഫ്രഷ് എഗ്ഗാണ്. അത് ബ്ലോട്ട് ചെയ്ത് അല്ലെങ്കിൽ പൊങ്ങിക്കെടുക്കുവാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് പഴകിയ മുട്ടയാണ്, അല്ലെങ്കിൽ അത് ചീഞ്ഞ മുട്ടയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ പഴം വാങ്ങണത് എന്തെങ്കിലും ഒരു ലക്ഷ്യത്തോടു കൂടെ ആയിരിക്കും. എസ്പെഷ്യലി അമ്മമാർ വാങ്ങണത് പിറ്റേ ദിവസം പുട്ടും പഴം കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ പഴം തലേദിവസം നമുക്ക് മനസ്സിലാവും ഈ ഒരു പഴം നാളത്തേക്ക് പഴക്കില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ആപ്പിൾ എടുത്ത് ഈ പഴത്തിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിളിൽ നിന്നുള്ള എത്തിലിൻ ഗ്യാസ് ഈ പഴത്തിലേക്ക് അടിച്ചിട്ട് അതിൻ്റെ റൈപ്പണിങ് പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ ഈ ഒരു ഇൻഫ്യൂസിൻ്റെ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞു കിച്ചൺ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു കമന്റ് ബിലോ what was your favorite kitchen tip of the video. And for more videos, please do like, share and subscribe. Bye.